നമ്മുടെ കുഞ്ഞിൻ്റെ ഫോക്കസ് തെറ്റായ വഴിയിലൂടെ പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നതാണ് ഇന്നത്തെ വീഡിയോ. ഒരു പേരൻ്റ് എന്ന നിലയ്ക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളോട് തന്നെയുള്ള ഏറ്റവും വലിയ നീതിയാണ് ഈ വോയിസ് കേൾക്കുക എന്നതും ഇതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുത്ത് വെക്കുക എന്നതും അതോടൊപ്പം കുട്ടിയെ നിത്യേന പരിശീലിപ്പിക്കുക എന്നുള്ളതും. നിങ്ങളുടെ കുട്ടിയുടെ ഫോക്കസ് നാളത്തെ സമൂഹത്തെ തീരുമാനിക്കും. പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വേവലാതിയിലാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ വേവലാതിപ്പെടുന്നത്, അതിനർത്ഥമുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ കുട്ടി എന്തുകൊണ്ട് പഠിക്കുന്നില്ല, എന്തുകൊണ്ട് കുട്ടിക്ക് പഠനത്തിൽ ഫോക്കസ് ഇല്ല, എന്തുകൊണ്ടാണ് മൊബൈലിൽ മാത്രം താല്പര്യം, എന്തുകൊണ്ട് നല്ല കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്. നിങ്ങളുടെ കുട്ടി നിത്യേന ഫോക്കസ് ചെയ്യുന്നത് ശരിയായ അറിവുകളിലും നല്ല കാര്യങ്ങളും അല്ല എങ്കിൽ അതിൻ്റെ ദോഷം നിങ്ങളുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ? ഇല്ല, അതിൻ്റെ ദോഷം നാളെ സമൂഹത്തിലും കാണാം. കാരണം ഇന്നത്തെ കുട്ടിയാണ് നാളത്തെ സമൂഹത്തിൻ്റെ ഭാഗം. ഇന്നൊരു കുട്ടിയുടെ മനസ്സിൽ എന്താണ് നിറയുന്നത്, നാളെ ആ കുട്ടിയുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും തീരുമാനങ്ങളിലും ബന്ധങ്ങളിലും ജീവിതത്തിലും പ്രതിഫലിക്കുന്നത് അതുതന്നെയാണ്. നമ്മളിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നു ചുറ്റുപാടുമെന്ന് പറഞ്ഞ് വേദനിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ബോധപൂർവം നമ്മളുടെ മക്കളെ വളർത്തണം. കോൺഷ്യസ് പേരന്റിങ് ആൻഡ് റെസ്പോൺസിബിൾ പേരന്റിങ് ആണ് ഇന്നത്തെ തലമുറയെ രക്ഷിക്കുവാനുള്ള നമ്മുടെ ദൗത്യം. നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ട് എങ്കിൽ മുന്നോട്ടുള്ള ഭാഗം കേൾക്കുക, ഇല്ലെങ്കിൽ ഈ വോയിസ് കേൾക്കുന്നത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. കാരണം റെസ്പോൺസിബിൾ ആയ ഒരു അച്ഛനോ അമ്മയ്ക്കോ മാത്രമേ കോൺഷ്യസ് ആയിട്ട് മക്കളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതൊരു ഹോളിസ്റ്റിക് മെത്തേഡാണ്, സമഗ്രമായ മെത്തേഡാണ്, അല്പം പ്രയാസമുള്ള മെത്തേഡുമാണ്. നിങ്ങൾ വെറുതെ ഇത് കേട്ടിരുന്നിട്ട് വെറുതെ സമയം കളയണമെന്നില്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ മാത്രം മുന്നോട്ട് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ വരുമ്പോൾ ആ കുഞ്ഞ് വെറും ഒരു കുടുംബാംഗമായി മാത്രമല്ല ഇവിടോട്ട് വരുന്നത്. ആ കുഞ്ഞ് നാളത്തെ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. ഈ പ്രകൃതിയുടെ സൃഷ്ടി പ്രക്രിയയിൽ ഒരു മാവിൽ മാങ്ങയുണ്ടാവുന്നത് പോലെ, ഒരു പ്ലാവിൽ ചക്കയുണ്ടാകുന്നത് പോലെ, ഒരു വൃക്ഷത്തിൽ ഒരു ഫലമുണ്ടാകുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ കുഞ്ഞുണ്ടാകുന്നത്. പക്ഷേ മനുഷ്യനാകുമ്പോൾ അതിന് ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് മാത്രം. ആ വാല്യൂ തിരിച്ചറിയാതെ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ വിട്ടുകളഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? നമ്മൾ ആഹാരം കൊടുത്താൽ പോരാ, കുട്ടി ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുക അല്ല കുട്ടിയെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് ഭാവിയിലെ പൗരനായിട്ട് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയല്ല, അവനവൻ്റെ ഉത്തരവാദിത്തം അവനവന് നിർവഹിക്കാൻ വേണ്ടി മാത്രം. ആ ഒരു ബോധ്യത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റുമ്പോഴാണ് ആ വ്യക്തിയാവുക. ഓർമ്മിക്കുക, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ കുഞ്ഞ് നാളത്തെ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. ആ വ്യക്തിക്ക് ഉത്തരവാദിത്തത്തോടെ ആ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ സമൂഹത്തിനാണ് അതിൻ്റെ നഷ്ടം ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും നമ്മൾ അതിനെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ കുട്ടി നല്ല മാർക്ക് വാങ്ങണം, എൻ്റെ കുട്ടിക്ക് നല്ല ജോലി കിട്ടണം, എൻ്റെ കുട്ടി ഞങ്ങളെ അഭിമാനിപ്പിക്കണം, വയസ്സാകുമ്പോൾ ഞങ്ങളെ നോക്കണം. ഇവ തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മൾ മനുഷ്യരാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇതിനു മുകളിൽ ഒരു വലിയ സത്യമുണ്ട്. അച്ഛനും അമ്മയും ഒരു കുട്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവരുടെ വയസ്സാങ്കാലത്ത് നോക്കാൻ വേണ്ടി മാത്രമല്ല,
കുടുംബത്തിന്റെ അഭിമാനം കാക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു ഗുണകരമായ സമൂഹത്തിന്റെ പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മറന്നുപോയാൽ പേരന്റിംഗ് വളരെ ചെറിയതായി മാറും. കുട്ടിയുടെ ജീവിതം, മാർക്ക്, ജോലി, വിവാഹം, പണം, സ്റ്റാറ്റസ്, പദവി എന്നിവയിൽ ഒതുങ്ങും. പക്ഷെ കോൺഷ്യസ് പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഒരു നല്ല മനുഷ്യനായി, നന്നായി ചിന്തിക്കുന്ന മനുഷ്യനായി, ഉത്തരവാദിത്തമുള്ള മനുഷ്യനായി വളർത്തുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു കുട്ടി ദിവസവും മൊബൈലിൽ കാണുന്നത് വയലൻസ് ആണ് എങ്കിൽ ആ കുട്ടിക്ക് ആ വയലൻസ് മാത്രമേ ആ കുട്ടിയുടെ ഓരോ സെല്ലിലും ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. സെൽ മെമ്മറിയിൽ അത് കിടക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഭാവിയിൽ ആ വയലൻസ് ആയിരിക്കും ആ കുട്ടിയുടെ ജീവിതത്തെ നയിക്കുക. മറ്റുള്ളവരെ പരിഹസിക്കുന്നതാണ് കാണുന്നതെങ്കിൽ ആ കുട്ടിക്ക് ചുറ്റുമുള്ളവരെ പരിഹാസത്തോടെ നോക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ താഴെയാക്കുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതേ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. അശ്ലീല തമാശകളാണ് കുട്ടി ആസ്വദിക്കുന്നതെങ്കിൽ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഷോർട്ട് കട്ടായിട്ട് കുട്ടിയുടെ ഈ അശ്ലീല ചിന്തകൾ മാറാൻ തുടങ്ങും. നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന കാര്യം മാത്രം ഞാൻ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നേ ഉള്ളൂ. ഒരു കുട്ടി അത് വെറും എന്റർടൈൻമെന്റായി മാത്രം കാണുന്നു, പക്ഷേ മനസ്സത് റെക്കോർഡ് ചെയ്യുന്നു. പതുക്കെ കുട്ടിയുടെ ചിന്ത മാറും, സംസാരം മാറും, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി മാറും, സുഹൃത്തുക്കളെ കാണുന്ന രീതി മാറും, സ്ത്രീകളെയും പുരുഷന്മാരെയും കാണുന്ന രീതി മാറും. ഒരു സ്ത്രീയെ കണ്ടാൽ അതിലെ അമ്മയെയോ സഹോദരിയെയോ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിൽ ഒരു പുരുഷൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പറയേണ്ട, നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന്. ഓർമ്മിക്കുക, കുഞ്ഞിന്ന് സെർച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുഞ്ഞിന്റെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും ദൂഷ്യകരമായ കാര്യങ്ങളായി മാറുന്നുവെങ്കിൽ, ഒരു ബൂമറാങ് പോലെ ഇത് തിരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ എത്തുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ അച്ഛനും അമ്മയും മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ. ഇപ്പോഴത്തെ പ്രശ്നം കുട്ടി മൊബൈൽ നോക്കുന്നു എന്നുള്ളതല്ല. അതിനപ്പുറത്ത് കുട്ടിക്ക് മൊബൈലിലൂടെ തെറ്റായ അറിവുകളാണ് ദിവസവും കിട്ടുന്നതെങ്കിൽ കുട്ടിയുടെ ഉള്ളിൽ വിത്തിടൽ കർമ്മം നടക്കുകയാണ്. നമ്മളൊരു വിത്ത് മണ്ണിലിടുമ്പോൾ അത് നല്ല വിത്താണോ മോശം വിത്താണോ എന്നൊന്നും അറിഞ്ഞായിരിക്കില്ല പലപ്പോഴും ഇടുന്നത്. പക്ഷെ മരമായി കഴിഞ്ഞ് അതിൻ്റെ ഫലം കിട്ടുമ്പോഴാണ് മോശം വിത്തായിരുന്നു അന്ന് വിതച്ചതെന്ന് അറിയുക. മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇത് അനുഭവിക്കാൻ പലപ്പോഴും അച്ഛനും അമ്മയും കുട്ടിയും മാത്രമേ കാണുള്ളൂ എന്ന് നമ്മൾ പറയും. പക്ഷെ അതിനപ്പുറത്ത് കുട്ടി ഉദ്യോഗം വഹിക്കുന്ന മേഖലയിലും കുട്ടി സമൂഹത്തിൽ ഇടപെടുന്ന സർവ്വ മേഖലയിലും ഈ മോശം വിത്തായിരിക്കും വളരുക. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മനസ്സിൽ വളരേണ്ട വിത്ത് എന്താണെന്ന് അച്ഛനും അമ്മയ്ക്കും തീരുമാനിക്കാം. ആ സംസ്കാരം വീട്ടിൽ കൊണ്ടുവരാം. പഠനത്തോട് താല്പര്യമുള്ള, വായനയോട് താല്പര്യമുള്ള ഒരു വീട്ടിലെ കുഞ്ഞ് തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വായിക്കും. നിങ്ങൾ കുട്ടികൾക്ക് സമ്മാനമായി വാങ്ങിക്കൊടുക്കുന്ന കളിക്കോപ്പുകളേക്കാൾ വലുതായിരിക്കും കുട്ടിയെ ഒരു പുസ്തകം വായിക്കാൻ പരിശീലിപ്പിക്കുക എന്നത്. 5 മിനിറ്റ് മതി രാത്രിയിൽ കുഞ്ഞിനോടൊരു കഥ ഒരു പുസ്തകത്തിൽ നോക്കി വായിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ. നിങ്ങളവിടെ വിത്തിടുകയാണ് ഒരു വലിയ സംസ്കാരത്തിൻ്റെ. നല്ല അറിവുകൾ, നല്ല ചിന്തകൾ, നല്ല ഹാബിറ്റ്സ്, നല്ല ഇമോഷണൽ ട്രെയിനിങ്, നല്ല വാല്യൂസ്, ഇവയാണ് ഓരോ ദിവസവും കുട്ടിയിലേക്ക് പോകുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു നല്ല വ്യക്തിത്വം വളരും. പക്ഷേ തെറ്റായ കാര്യങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ, ഡിസ്റെസ്പെക്റ്റ്, ഫിയർ, കമ്പാരിസൺ, ഷെയിം, അഡിക്ഷൻ എന്നിവയാണ് ദിവസവും കുട്ടിയുടെ ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിലേതാണ് എനിക്ക് വേണ്ടതെന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നർത്ഥം. പേരന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ടത് കുട്ടിയെ നിയന്ത്രിക്കുക എന്നതല്ല പേരന്റിങ്, കുട്ടിയുടെ മനസ്സിനെ നയിക്കുക എന്നതാണ്. കുട്ടിയോട് പഠിക്കൂ എന്ന് പറയുന്നതല്ല. കുട്ടി അത് വെറുക്കുന്നു. കുട്ടി എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്താണ് കുട്ടി അനുഭവിക്കുന്നത്, ആരോടാണ് കൂട്ടുകൂടുന്നത്, ആരെയാണ് വിശ്വസിക്കുന്നത്, എന്തിനെയാണ് കുട്ടി വിശ്വസിക്കുന്നത്,
ജീവിതത്തെക്കുറിച്ച് കുട്ടിയുടെ കാഴ്ചപ്പാട് എന്താണ്? സ്വന്തം ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും കുട്ടിക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത്? ഇതെല്ലാം ശ്രദ്ധിക്കണം. അത് കുട്ടിക്ക് കിട്ടുന്ന വികലമായ അറിവിന്റെ ഭാഗമാണ് എങ്കിൽ കുട്ടിയുടെ ഉള്ളിൽ വൈകല്യമായിരിക്കും ഇതിനെക്കുറിച്ച് നിറയുക. കാരണം കുട്ടിയുടെ ഫോക്കസ് അതിലേക്ക് തന്നെയാണ് എങ്കിൽ അത് കുട്ടിയുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നുണ്ടാവും. ഇന്ന് കുട്ടിയുടെ ഫോക്കസ് പഠനത്തിലല്ലെങ്കിൽ നാളെ റെസ്പോൺസിബിലിറ്റി കുറയും. ഇന്ന് കുട്ടിയുടെ ഫോക്കസ് റെസ്പെക്റ്റിലല്ലെങ്കിൽ നാളെ റിലേഷൻഷിപ്പ് തകരും. ഇന്ന് കുട്ടിയുടെ ഫോക്കസ് ശരിയായ അറിവുകളിലല്ലെങ്കിൽ നാളെ തെറ്റായ തീരുമാനങ്ങളായിരിക്കും കുട്ടിയെ നയിക്കുക. ഇന്ന് കുട്ടിയുടെ ഫോക്കസ് സെൽഫ് കൺട്രോളിലല്ലെങ്കിൽ നാളെ അഡിക്ഷൻ ഉണ്ടാവാം. ഇന്ന് കുട്ടിയുടെ ഫോക്കസ് കമ്പാഷനിൽ അല്ല എങ്കിൽ നാളെ സമൂഹത്തിൽ ക്രൂവൽറ്റി വർദ്ധിക്കുമെന്ന് സാരം. അതുകൊണ്ട് കുട്ടിയുടെ ഫോക്കസ് ഒരു ചെറിയ കാര്യമല്ല, ഒരു കുടുംബത്തിന്റെ ഭാവിയും സമൂഹത്തിന്റെ ഭാവിയും തീരുമാനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം. കമൻറ്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്യാൻ പറയുമ്പോൾ പലപ്പോഴും പലരും കണ്ടില്ല എന്ന് നടിക്കും. ഇന്നത്തെ നിങ്ങളുടെ കമൻറ്റാണ് നാളെ എൻ്റെ അടുത്ത സബ്ജക്റ്റായിട്ട് എത്തുന്നത്. ഓർമ്മിക്കുക, നമ്മൾ മനഃപൂർവ്വം വിചാരിച്ചെങ്കിലേ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിർത്താനാവുള്ളൂ. കാലം മാറി. പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, നമുക്ക് കിട്ടിയ ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ വളർത്തുമ്പോൾ ഒരു ചോദ്യം നമുക്ക് ദിവസവും സ്വയം ചോദിക്കാം. ഇന്ന് ഞാൻ എൻ്റെ കുട്ടിയെ സമൂഹത്തിനുപകാരമുള്ള ഒരു മനുഷ്യനായി വളരാൻ സഹായിച്ചോ? അതൊരു ബുക്കിൽ റിഫ്ലക്ഷനായിട്ട് എഴുതി വെക്കാം. രാത്രിയിൽ ഏറ്റവും അവസാനം അതിനുത്തരം നിങ്ങൾക്ക് എഴുതാനായാൽ ക്രമേണ കുട്ടിയെ കൃത്യമായ വഴിയിലേക്ക് നയിക്കാൻ നിങ്ങൾക്കാവും. ഈ ചോദ്യം വളരെ പവർഫുള്ളായ ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ കുട്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, സ്കൂളിലെ ഫീസ് അടയ്ക്കുക, ട്യൂഷൻ കൊടുക്കുക, ഇതൊന്നുമല്ല നമ്മുടെ ഉത്തരവാദിത്തം. ആ കുട്ടിയുടെ മനസ്സിൽ നല്ലത് വിതയ്ക്കുക എന്നതും നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കുട്ടിയുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകണം, കൃതജ്ഞതയുണ്ടാവണം, ക്ഷമയുണ്ടാവണം, ശരിയായ സെക്ഷൽ അവെയർനെസ് ഉണ്ടാവണം. ഞാൻ ഈ പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. ഇതിൻ്റെ കുറവ് കൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ സ്വയം ഇല്ലാണ്ടാകുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഓരോ കുട്ടികളും സംസാരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് കുട്ടികൾക്ക് കൃത്യസമയത്ത് തന്നെ ശരിയായ സെക്ഷൽ അവെയർനെസ് കൊടുക്കേണ്ടതാണ് സ്കൂളുകളും മാതാപിതാക്കളും. ഇല്ല എങ്കിൽ അവർ വികലമായ രീതിയിലേക്ക് പോയെന്നിരിക്കും. പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാൽ തിരിച്ചു പിടിക്കാൻ സാധിച്ചെന്നും വരില്ല. ശരിയായ മണി അവെയർനെസ് കൊടുക്കണം. ശരിയായ സോഷ്യൽ അവെയർനെസ്സും ഉണ്ടാവണം. സ്വന്തം ശരീരത്തോടും മനസ്സിനോടും ബഹുമാനമുണ്ടാവണം. മറ്റുള്ളവരുടെ ജീവിതത്തോട് ബഹുമാനമുണ്ടാവണം. ഇവ പഠിപ്പിക്കാതെ എത്ര മാർക്ക് വാങ്ങിച്ചാലും കുട്ടിയുടെ ജീവിതം ഒരിക്കലും ബാലൻസ്ഡ് ആവില്ല. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവും, ഇതെങ്ങനെ തുടങ്ങണം? വളരെ ലളിതമായി പറയാം. ഒന്നാമത്തെ കാര്യം, കുട്ടിയോട് ദിവസവും സ്കൂൾ വിട്ടു വന്നാൽ 10 മിനിറ്റ് സ്കൂളിലെ കാര്യങ്ങൾ സന്തോഷത്തോടെ സംസാരിക്കുക. എത്ര നേരം പഠിച്ചു, എത്ര വിഷയം പഠിപ്പിച്ചു, ടീച്ചർ എന്ത് പറഞ്ഞു, ഹോംവർക്ക് തന്നോ, ഹോംവർക്ക് ചെയ്തോ, മാർക്ക് എത്ര, നിന്റെ മാർക്കല്ല നിന്റെ കൂട്ടുകാരിയുടെ മാർക്ക് എത്ര, ഇതൊന്നും ചോദിച്ചാൽ കുട്ടി മനസ്സ് തുറക്കില്ല കേട്ടോ. പകരം ചോദിക്കേണ്ടത്, ഇന്ന് സ്കൂളിൽ പോയ വഴിക്ക് നിനക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണ്? അത് കുട്ടി പറയും. ഒപ്പം കുട്ടി പറഞ്ഞെന്നിരിക്കും, ആരെങ്കിലും കൂട്ടുകാർ വേദനിപ്പിച്ച് സംസാരിച്ചെങ്കിൽ അതും. ആ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു വേദന കിട്ടുന്നത് നല്ലതാണ്. കാരണം അതിൽ നിന്ന് നീ എന്ത് പാഠമാണ് പഠിച്ചത്? അതും നമുക്ക് കുട്ടിയോട് ചോദിക്കാം. കുട്ടി ആ വഴിയിൽ ചിന്തിക്കാൻ തുടങ്ങും. സാരമില്ല, നാളെ നമുക്ക് കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? കുട്ടിയോട് ചോദിക്കുക. ചെറിയ കാര്യത്തിൽ പോലും കുട്ടിയുടെ അഭിപ്രായങ്ങൾ തേടാം. നാളെ കുഞ്ഞിന് എന്ത് കറിയാണ് വേണ്ടത് ചോദിക്കാമല്ലോ. ഇതിനൊന്നും പ്രത്യേകിച്ച് പണച്ചെലവുള്ള കാര്യമല്ല.
ഇങ്ങനെ ചോദിക്കുമ്പോൾ മെല്ലെ മെല്ലെ കുഞ്ഞിൻ്റെ ഫോക്കസ് സെൽഫ് അവെയർനെസ്സിലേക്ക് മാറും. എനിക്കെന്താണ് വേണ്ടതെന്ന് അമ്മ അന്വേഷിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, വീട്ടിൽ നല്ല എഡ്യൂക്കേഷൻ കൾച്ചർ കൊണ്ടുവരിക. അതായത് കുട്ടി പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടിയുടെ ജീവിതത്തിൽ കുട്ടിയുടെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണം പോലെ കുട്ടിയെ സമഗ്രമായി ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തിരിച്ചറിയുക. കുട്ടി കാണുന്ന വീഡിയോ, കേൾക്കുന്ന വാക്കുകൾ, വീട്ടിലെ കോൺവെർസേഷൻ, ഇവയെല്ലാം. ശരീരത്തിന് നാം നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ മനസ്സിൻ്റെ ഏറ്റവും നല്ല ഭക്ഷണമാണ് നല്ല അറിവ്. മൂന്നാമത്, അച്ഛനും അമ്മയും മാതൃകയാകണം. മൊബൈൽ കുറയ്ക്കുമെന്ന് കുട്ടിയോട് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ ടൈം മൊബൈലിലാണെങ്കിലോ കുട്ടി ഒരിക്കലും മൊബൈൽ കുറയ്ക്കില്ല. കുട്ടിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ശാന്തമായി സംസാരിക്കരുതോ എന്ന് ചോദിച്ചാലോ ഒരിക്കലുമില്ല, കുട്ടി ശാന്തമാവില്ല. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാത്ത അമ്മ സമയം പാലിക്കൂ എന്ന് കുട്ടിയെ ഉപദേശിച്ചാലോ ഒരിക്കലും കുട്ടി അത് ചെയ്യില്ല. കുട്ടികൾ കേട്ടല്ല പഠിക്കുന്നത്, കണ്ടിട്ടും അനുഭവിച്ചിട്ടുമാണ്. അതുകൊണ്ട് കുട്ടിയുടെ ഫോക്കസ് മാറണമെങ്കിൽ ആദ്യം വീട്ടിലെ അറ്റ്മോസ്ഫിയർ മാറണം. വീട്ടിൽ ബ്ലെയിം ചെയ്യുന്ന സ്വഭാവം കുറയ്ക്കണം. അച്ഛനമ്മയെ കുറ്റം പറയുന്നത് കുട്ടി കണ്ടാൽ കേട്ടാൽ കുട്ടിയും പിറ്റേ ദിവസം മുതൽ അമ്മയെ കുറ്റം പറഞ്ഞു തുടങ്ങും. കാരണം എന്താ? കുറ്റം പറയാൻ പറ്റുന്ന ഒരാൾ അമ്മയാണെന്ന് കുട്ടി മനസ്സിലാക്കും. ഇല്ലേ? ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിലേക്ക് രേഖപ്പെടുത്തൂ. അതുപോലെ അച്ഛനെ കുറ്റം പറയുന്നത്. ഷൗട്ടിങ് കുറയ്ക്കണം, ഫിയർ കുറയ്ക്കണം. അതിന് പകരം ക്ലാരിറ്റി വരണം, സ്നേഹം വരണം, ഡിസിപ്ലിൻ വരണം, ഡെയിലി പ്രാക്ടീസ് വരണം, നല്ല സംസാരങ്ങൾ ഉണ്ടാവണം. കാരണം കുട്ടിയുടെ മനസ്സൊരു പൂന്തോട്ടം പോലെയാണ്. നാം ഓരോ ദിവസവും വിതയ്ക്കുന്നതെന്തോ അതാണ് നാളത്തെ പൂക്കളോ മുള്ളുകളോ ആയി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുട്ടികൾ നമ്മുടെ സ്വകാര്യ സ്വത്തല്ല. നമ്മുടെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയാണ്. അവരെ നാം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ വയസ്സായ കാലത്ത് നമ്മളെ നോക്കാനല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം കാക്കാനല്ല, അവരുടെ ജീവിതം അർത്ഥവത്താക്കാനാണ്. അവർ നല്ല മനുഷ്യരായി, സമൂഹത്തിന് ഉപകാരപ്പെടുന്നവരായി സ്വന്തം ജീവിതം സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ശ്രദ്ധിക്കുക, കുട്ടിയുടെ ഫോക്കസ് എവിടെയാണ്? ശരിയായ അറിവുകളിലാണോ, തെറ്റായ കൂട്ടത്തിലാണോ, തെറ്റായ ഹാബിറ്റ്സിലാണോ, അതോ നല്ല ജീവിതത്തിലേക്കാണോ? കുറ്റം പറയുന്നതിന് മുൻപ് നമുക്കിത് കുട്ടിയിൽ ശീലിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ലെറ്റ്യൂഡ് ലേണിംഗ് ഫെസ്റ്റിവലിൽ എല്ലാ ദിവസവും ഒരാശയം വെച്ച് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കും. അവിടെ ജോയിൻ ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതൊരു കുഞ്ഞെന്നല്ല, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അത് ചിന്തിച്ചാൽ മാത്രം മതി നമ്മുടെ കുട്ടി ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോവുകയുള്ളൂ. അതിനുള്ള ഒരു അവസരമായിരിക്കും പിന്നീട് ആ കുട്ടിക്ക് കിട്ടുക. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതാൻ മറക്കരുതേ. കാരണം ഇത് നമ്മൾ ഒന്നിച്ചുള്ള ഒരു ജേർണിയാണ്. എൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല, എല്ലാ പേരൻസിൻ്റെയും ഉത്തരവാദിത്വം തന്നെയാണിത്. താങ്ക് യു.